എല്ലാവർക്കും എൻ്റെ പുനർജനി ഹസ്തരേഖയിലോട്ട് സ്വാഗതം. ഞാനിവിടെ ഒത്തിരി വീഡിയോസ് അവതരിപ്പിച്ചെങ്കിലും പല ആൾക്കാരും എൻ്റെ വീഡിയോ പറ്റി ഒരുപാട് പേര് എന്നെ ഫോണിൽ വിളിക്കുന്നുണ്ട്, അവരുടെ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ അതിനെല്ലാം ആൻസർ കൊടുക്കാറുണ്ട്. എന്നെ വിളിക്കുന്നവർക്കും എന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിവിടെ ഇപ്പോൾ ഒത്തിരി വീഡിയോസിൽ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, മേഡം ഭാഗ്യരേഖയെ പറ്റി പറയും. ഭാഗ്യരേഖ ആൾക്കാർ കമൻറ്റ് പറയുന്നതിനനുസരിച്ചും എന്നെ വിളിക്കുന്നതിനനുസരിച്ചാണ് ഞാൻ ഭാഗ്യരേഖയെ പറ്റി പറയാനായിട്ട് പോകുന്നത്. നമ്മുടെ കയ്യിൽ ഭാഗ്യരേഖ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ എപ്പോഴും ഓരോരുത്തരും വന്ന് ചോദിക്കും, മേഡം ഇത്രയും കാലം ഇത്രയും ജോലി ചെയ്ത് ഒന്നുമില്ല, ഒരു എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടാലും അത്രത്തോളം നമുക്ക് ദുരിതവും ദുഃഖവും അല്ലാതെ പൈസ 10 ദിവസം ജോലി ഉണ്ടെങ്കിൽ 15 ദിവസം ജോലിയില്ല, ഇങ്ങനെയൊക്കെ ഒത്തിരി പേര് വന്ന് ചോദിക്കാറുണ്ട്. അന്നേരമെല്ലാം ഞാൻ കയ്യിൽ നോക്കി പല വിദ്യകളും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇനി ചിലവർക്കാണെങ്കിലും ആ ഭാഗ്യരേഖ കാണത്തേയില്ല. അതിൽ രസമോ, ഒരു ഭാഗ്യരേഖ കാണത്തില്ല ചിലരുടെ കയ്യിൽ ഒരു തേങ്ങാപ്പൂള് പോലെ ഭാഗ്യരേഖ. ചിലവരുടെ കയ്യിലാണെങ്കിൽ 55 വയസ്സ് കഴിഞ്ഞിട്ടാണ് വരുമാനം. ഒരാൾ ഇടയ്ക്ക് കൈ നോക്കാൻ വന്നിട്ട്, മേഡം എനിക്ക് ഇപ്പോഴാണ് വല്ലതും എനിക്ക് കിട്ടണം. ഞാൻ നോക്കിയപ്പോൾ 55 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഭാഗ്യരേഖ. ഒരു തേങ്ങാപ്പൂള് പോലെ 55 വയസ്സേ നിങ്ങൾക്കറിയില്ല, അത് കഴിഞ്ഞ് എന്തോന്നാണ് ഭാഗ്യം വരുന്നത്. അത്രത്തോളം ഞാൻ കഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത്. നമുക്കിനി ഭാഗ്യരേഖയെ പറ്റി നന്നായിട്ടൊന്ന് നോക്കാം. ഭാഗ്യരേഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ആയുർരേഖ, ബുദ്ധിരേഖ, ഹൃദയരേഖ, അത് മാത്രമല്ല ഭാഗ്യരേഖ വരുന്നത് ചിലപ്പം ചന്ദ്രമണ്ഡലത്തിൽ നിന്നായിരിക്കും. ചില ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വരും. ചിലവർക്ക് ആയുർരേഖയിൽ നിന്ന് തുടങ്ങും ഭാഗ്യരേഖ. അതാണ് ആയുർരേഖയിൽ നിന്ന് തുടങ്ങുന്ന. നമുക്ക് എത്രത്തോളം നല്ലൊരു ഭാഗ്യരേഖ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ വരും. അപ്പോൾ ഇടയ്ക്കൊരു കുട്ടിയുടെ കയ്യിൽ നല്ല ഭാഗ്യരേഖയായിരുന്നു. അപ്പോൾ കണ്ടമാനം വരുമാനമാണ് ആ കുട്ടിയുടെ കയ്യിൽ വരണതാണ്. അന്നേരം ഞാൻ പറഞ്ഞതാണ്, ഇയാൾക്കൊല്ല ബാങ്കിൽ ക്യാഷായിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. പ്രത്യേകമാണിത്. കാരണം ചന്ദ്രമണ്ഡലം മുതൽ നമ്മുടെ ശനി വിരലിൻ്റെ അവിടം വരെ വിശാലമായൊരു ഭാഗ്യരേഖ സ്ത്രീയുടെ കയ്യിൽ കാണുകയാണെങ്കിൽ സർവ്വ ഉത്തരവാദിത്വം ആ സ്ത്രീക്കായിരിക്കും. എല്ലാ കാര്യങ്ങളും വീട്ടിൽ കുടുംബപരമായിട്ട് എല്ലാ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം അവർക്കായിരിക്കും. അതേപോലെ തന്നെയാണ് പുരുഷൻ്റെ കയ്യിൽ കാണുകയാണെങ്കിൽ പുരുഷനായിരിക്കും എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരുന്നത്. ഇനി ചിലർക്ക് സാമ്പത്തികമായിട്ടൊന്നും ഒന്നുമില്ലാത്തവരുടെ കയ്യിലാണ്, ലേഡീസിൻ്റെ കയ്യിലാണ് ഇത് കാണുകയാണെങ്കിൽ നമുക്ക് ഒരു നിമിഷം ജോലി ചിലപ്പോൾ ബാങ്കിലോ ഒക്കെ കിട്ടും എന്ന് പറഞ്ഞാലും സമ്പത്ത് എവിടെ നിന്നാണ് ഇത്രയും വരുന്നത് എന്ന് നമുക്കൊരു സംശയം മനസ്സിലുണ്ടാകാം. അന്നേരമായിരിക്കും അവർക്ക് ഒന്നിലൊരു പ്രൈവറ്റ് ബാങ്കിലെങ്കിലും ക്യാഷറായിട്ട് ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് മറ്റുള്ളവരുടെ പൈസയെല്ലാം നമ്മൾ വാങ്ങിക്കുകയാണ്. ആ വാങ്ങിക്കുന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. നമുക്ക് ചിലവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ചില ധനകാര്യ സ്ഥാപനം പ്രൈവറ്റിലൊക്കെ ഇത്ര പിടിച്ചു കൊടുക്കണമെന്നൊക്കെ പറയും. അവർക്ക് ബിസിനസ് 2 ലക്ഷം രൂപ ഒന്നുമില്ല, LIC ഇങ്ങനെയൊക്കെ ഉള്ള അങ്ങനെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് ആ സ്ഥാപനം നമ്മുടെ ഭാഗ്യമാണ് അവർക്ക് കൊണ്ട് കൊടുക്കണത്. ഞാൻ എപ്പോഴും നിങ്ങളുടെ ഭാഗ്യമാണ് ആ സ്ഥാപനത്തിന്. നമുക്ക് ഇപ്പോൾ നല്ല ഭാഗ്യരേഖ ഉണ്ടെങ്കിൽ ആ ഭാഗ്യരേഖ നമുക്ക് ഒരു ലേഡിക്കായാലും ഒരു പുരുഷനായാലും നല്ല ഭാഗ്യരേഖ ഉണ്ടെങ്കിൽ അത് അവർ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യത്തിനും അത് ഉപകരിക്കും. ഇനി ഭാഗ്യരേഖ ആയുർരേഖയിൽ നിന്ന് തുടങ്ങുന്നതാണെങ്കിൽ ചില കൊച്ചുങ്ങളുടെ കൈ മുതൽ ഒരുപാട് പേരുടെ കയ്യിൽ ചെറുതായിട്ടൊരു ഭാഗ്യരേഖ ആയുർരേഖയിൽ നിന്ന് പോവുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ അച്ഛനും അമ്മയും എന്ത് പറയുമോ അതേ കേൾക്കത്തുള്ളൂ, അല്ലാതെ മറ്റൊരു രീതിയിലേ അല്ല. ചിലപ്പോൾ കൂട്ടുകുടുംബമായിരിക്കും. എല്ലാ അച്ഛനും അമ്മയും പറയും സഹോദരിമാരെ എല്ലാം കല്യാണം കഴിച്ചിട്ട് നീ കെട്ടിയാൽ മതിയോ, ഓക്കെ. അതാണ് ആയുർരേഖയിൽ തുടങ്ങുന്ന ഭാഗ്യരേഖയുടെ പ്രത്യേകത. എല്ലാം കെട്ടിച്ച് കഴിഞ്ഞ് അവസാനം ഇനി നീ കെട്ടിക്കോ, അവസാനം 10-35 വയസ്സാകുമ്പോൾ ആ മോൻ കെട്ടും. പിന്നീട് കുറേ കാലം കഴിഞ്ഞ് ആ ഒരു ആയുർരേഖ അവിടെ കിടക്കും. എവിടെ? ആയുർരേഖയിൽ നിന്ന് തുടങ്ങുന്ന ഭാഗ്യരേഖ അവിടെ കിടക്കും. അത് കഴിഞ്ഞ് ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കും. ഈ സ്വതന്ത്രമായിട്ടൊരു ചിന്താഗതി വരും. 30-35 വയസ്സിലേക്ക് ആകുമ്പോൾ ഏകദേശം അയാളുടെ എല്ലാ ഭാഗ്യവും സ്വന്തം വീട്ടിൽ നിന്ന് തീരും. അത് കഴിയുമ്പോൾ അയാൾ പ്രത്യേകമായിട്ട് ഭാര്യയും കൊണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുകയാണെന്ന്
എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ അതിൽ ഇൻഡിപെൻഡൻ്റായിട്ട് ഇൻഡിപെൻഡൻ്റായിട്ട് മാറിയെന്ന് നമുക്കല്ല. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഇത് എത്രയോ പേരെടുത്ത് എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടുണ്ട്. സാർ ആദ്യം ഇങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു മാഡം, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, ഇപ്പോൾ ഞാൻ സ്വതന്ത്രമായിട്ടാണ് ജീവിക്കുന്നത്, അന്ന് എനിക്ക് കുറേ ഭാഗ്യങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയണവരും ഉണ്ട്. അതൊക്കെ നമുക്ക് ആ ഭാഗ്യരേഖയുടെ നിന്ന് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് വരുന്നതുണ്ട്. ഭാഗ്യരേഖ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ചന്ദ്രൻ എപ്പോഴും അമാവാസി മുതൽ പൗർണമി വരെ അതിൻ്റെ സ്ട്രെങ്ത്, അതായത് ആദ്യം വലിയൊരു അമ്പിളിയമ്മാവനായിരിക്കും, പിന്നെ കുറഞ്ഞ് പറഞ്ഞ് അമാവാസി ആകുമ്പോൾ ഒട്ടും കാണത്തില്ല, പിന്നെ പ്രഥമം മുതൽ അങ്ങേയറ്റം വെളുത്ത വാവ് വരെ നല്ല കൂടും. ഇങ്ങനെയായിരിക്കും നമ്മുടെ വരുമാനം. ചന്ദ്രൻ മണ്ഡലത്തിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ വരുമാനം എന്നുള്ളത് കൂടിയും കുറഞ്ഞും ഇരിക്കും, ഏറ്റക്കുറച്ചില്ല. ഒരു ദിവസം നമുക്ക് നല്ല വരും. ബിസിനസ്സുകാർക്കൊക്കെ പിന്നെ എല്ലാവരും കൂലിവേലക്കാർക്കും ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ചില ദിവസം അവർക്ക് ജോലി കാണും, ചില ദിവസം അവർക്ക് ജോലി കാണത്തില്ല. ഫിക്സഡ് ജോലിയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചന്ദ്രമണ്ഡലത്തിൽ നിന്നായിരിക്കത്തില്ല. ബിസിനസ്സുകാരുടെയൊക്കെ ആയിരിക്കും നമ്മൾ ആ കൈ അവിടെ നോക്കേണ്ടത്. അപ്പോൾ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തുടങ്ങുന്ന ഭാഗ്യരേഖ നമ്മുടെ വരുമാനം കുറയുകയും കൂടുകയും ചെയ്യും. ഇനി ഭാഗ്യരേഖയിൽ നിന്ന് തന്നെ ബ്രാഞ്ചസ് ഉണ്ട് പലയിടത്തോട്ടും. ഭാഗ്യരേഖയിൽ നിന്ന് തന്നെ ബ്രാഞ്ചസ് ഉണ്ട്. ചിലപ്പം ഒരു ബ്രാഞ്ച് സൂര്യരേഖയിലോട്ട് പോകും, സൂര്യമണ്ഡലത്തിലോ സൂര്യരേഖയിലോട്ടോ പോവുകയാണെങ്കിൽ നമുക്കൊരു ഭാഗ്യരേഖ, നമുക്കൊരു ജോലി ഉണ്ട്, പക്ഷേ കലാപരമായ കാര്യങ്ങളിൽ കൂടെ നമുക്ക് വരുമാനം കിട്ടും. അതേപോലെ തന്നെ ഭാഗ്യരേഖ എന്ന രേഖ ബുധമണ്ഡലത്തിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ബിസിനസ്സിൽ നിന്ന്, നമുക്കൊരു ജോലിയുണ്ട്, നമുക്കൊരു കടയും കൂടെ ഉണ്ട്, ബിസിനസ്സിൽ നിന്ന് നമുക്ക് വരുമാനം പ്രതീക്ഷിക്കാം. പിന്നെ അങ്ങനെ നമുക്ക് ഓരോ മണ്ഡലത്തിനും ഓരോ ഇതുണ്ട്. ചന്ദ്രമണ്ഡലം നമുക്ക് ഞാൻ പറഞ്ഞ ഭാവന, ഇങ്ങനെയൊക്കെയുള്ള കാര്യം, പടം വരയ്ക്കുക, ന്യൂറൽ പെയിൻറ്റിങ്, ഇതിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നവരുണ്ട് ഒരുപാട്. അവരുടെ ന്യൂറൽ പെയിൻറ്റിംഗ് ഒക്കെ വരച്ചു കൊടുക്കും, നല്ല സാരിയിലൊക്കെ വരയ്ക്കുക. അതെല്ലാം ഈ ചന്ദ്രൻ്റെ കാരകത്വമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഭാഗ്യരേഖ മുറിയാൻ പാടില്ല. നമ്മൾ നന്നായിട്ടൊക്കെ ജീവിക്കുന്ന ഒരാൾക്ക് അതും എൻ്റെ അടുത്ത് വരാറുണ്ട്. അയാളെ 10 ലക്ഷം കൊണ്ടുപോയി, 15 ലക്ഷം കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ട്രാപ്പ് ചെയ്യണതിനൊക്കെ ഒരു മനുഷ്യരെ പോലെ ട്രാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവി പിന്നെ ഭൂമിയിൽ വേറെ ഒരു ജീവിയിലും അത് കാണാത്ത ക്യാരക്ടറാണ്. പൈസ തട്ടിയെടുക്കാൻ 15 ലക്ഷമൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളിൽ നിന്നാണ് തട്ടിക്കൊണ്ട് പോണത്. അതും നമുക്ക് മനസ്സിലാകും. ഭാഗ്യരേഖ അവിടെ കാക്കപ്പള്ളി, നമ്മുടെ ഭാഗ്യം പോവുക. നമ്മുടെ ഭാഗ്യം 2 വഴിയിൽ പോകാൻ പറ്റും. ഒന്ന് നമ്മളെ പെണ്ണുങ്ങളാണെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്ന ഹസ്ബൻഡ്, അങ്ങനെ അവിടെ നമ്മുടെ ഭാഗ്യം പോകും. ഡൈവേഴ്സായി പോകുമ്പോൾ നമ്മുടെ ഭാഗ്യം, അതെല്ലാം നമ്മുടെ ഭാഗ്യരേഖയിൽ വരുന്ന വ്യതിയാനം നോക്കണം. നമ്മളെ പൈസ പറ്റിച്ചിട്ട് പോകുമ്പോൾ ഭാഗ്യരേഖയിൽ യവം മീൻസ് എന്താണ്, കണ്ണിൻ്റെ ആകൃതി, യവം അല്ല, ദീപടയാളം. ദീപടയാളം വരികയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹസ്തരേഖ പഠിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ചോദിക്കുക, നിങ്ങളുടെ പൈസ എങ്ങനെയാണ് പോയത്? അപ്പം പറയും, ഇങ്ങനെ മാഡം 2 ലക്ഷം രൂപയ്ക്ക് 30,000 രൂപ പലിശ തരാമെന്നും പറഞ്ഞ് വാങ്ങിയിട്ട് പോയെന്ന് പറയും. കൊണ്ടുപോകും, തിരിച്ചു കൊടുക്കത്തില്ല. അപ്പം നമ്മൾ ഭാഗ്യരേഖയിൽ കൈ നോക്കാൻ വരുന്നിടത്ത് ഭാഗ്യരേഖ നോക്കിയിട്ട് എന്തെങ്കിലും ഭാഗ്യരേഖയിൽ വേരിയേഷൻ ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കണം. മുന്നേ കൂട്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവരത് ശ്രദ്ധിക്കും. അതേപോലെ തന്നെ ഭാഗ്യരേഖ ബുദ്ധിരേഖ വരികയാണെങ്കിൽ ഒരു 30 വയസ്സ് വരെ ജോലി ഉണ്ടാകും. അത് കഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം, വേറെ ജോലി പോകുമെന്ന് പറയും. ചിലവർക്കാണെങ്കിലോ ബുദ്ധിരേഖ മുതലേ ഉള്ളൂ ഭാഗ്യരേഖ, 30 വയസ്സിന് വേറെ ജോലിയിൽ പോകും. ഒരു ഭാഗ്യരേഖ 2-3 ഭാഗ്യരേഖ ഉണ്ടെങ്കിൽ 3-4 ജോലിയൊക്കെ അവർ ഏറ്റെടുക്കും. പല ജോലികളും അതേപോലെ സൂര്യരേഖയും കൂടെ വേണം തൊഴിൽ ഏറ്റെടുക്കണത്. അപ്പോൾ നമുക്ക് ഭാഗ്യരേഖ എപ്പോഴും ചിലവർക്കാണെങ്കിൽ വളരെ ലൈറ്റായിരിക്കും ഭാഗ്യരേഖ. അന്നേരം നമുക്ക് മനസ്സിലാക്കാം അവരുടെ വരുമാനം അത്രത്തോളം ഇല്ല. ഭാഗ്യമുണ്ട് പക്ഷെ വരുമാനം ഇല്ല. നമ്മളപ്പോൾ അതിനുള്ള പരിഹാരം അവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കുറേയൊക്കെ വരുമാനം ഇപ്പം പഴയതിനെക്കാട്ടി ബെറ്ററാണ് കേട്ടോ എന്ന് പറയും. ഇനി നമുക്ക് ഒരിക്കലും നമ്മുടെ ഭാഗ്യരേഖ നമ്മുടെ ഈ നടുവെള്ളി കയറാൻ പാടില്ല. നടുവെള്ളി കയറിയാൽ നമ്മളെ ഉയർത്തിയവരെ, നമ്മളെ കൂടെ നിന്ന് ജോലി ചെയ്ത് നമ്മളെ ഉയർത്തി പുകഴ്ത്തി ഇനി ഒന്നും വേണ്ട എല്ലാം ചെയ്തിട്ട് അവർ തന്നെ നമ്മളെ താഴ്ത്തി വേണമെങ്കിൽ ജയിലിലും എത്തിക്കും. എല്ലാം കൂടെ കടന്ന് നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ട് പോകും.
അങ്ങനെ ഒരു ഇത് ഒരിക്കലും നമ്മുടെ ഭാഗ്യരേഖ നടുവിരലിൽ കയറാനായിട്ട് പാടില്ല. ആരെങ്കിലും നേരത്തെ കൈനോക്കാൻ വരികയാണെങ്കിൽ നമുക്കവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഈ ഭാഗ്യരേഖയെ പറ്റിയുള്ളൊരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.